മധുരം കഴിച്ച് തടി കുറയ്ക്കാം. ആരോഗ്യം, സൗന്ദര്യം എന്നെല്ലാം പറയുന്നത് തടിയില്ലാത്ത അവസ്ഥയാണെന്നാണ് പലരുടെയും നിലപാട്. അമിതഭാരവും വണ്ണവും സൗന്ദര്യത്തെ മാത്രമല്ല ആരോഗ്യത്തെയും നശിപ്പിക്കും. മധുരം കഴിക്കുന്ന പലരും പെട്ടെന്ന് വണ്ണം വെക്കുന്നതായി കാണാറുണ്ട്. വ്യായാമത്തിൽ ഇറങ്ങുമ്പോഴും ഭക്ഷണം നിയന്ത്രിക്കുമ്പോഴുമെല്ലാം മധുരം അടങ്ങിയ പലതും ഒഴിവാക്കേണ്ടി വരും. എന്നാൽ മധുരം കഴിച്ചുകൊണ്ട് തടി കുറയ്ക്കാം. പാരമ്പര്യമായി വയറ് ശുദ്ധീകരിക്കാനും ദഹനം സുഗമമാക്കാനും സഹായിക്കുന്ന ഒന്നാണ് തേൻ. തേനിന്റെ ഗുണത്തെ നാം കുറച്ചു കാണാറുണ്ട്. തടി കുറയ്ക്കാൻ മരുന്നും ചികിത്സയും തേടി നടക്കുന്നവർക്ക് തേനിന്റെ ശക്തി അറിയുന്നില്ല. 3 ആഴ്ച ഓരോ സ്പൂൺ തേൻ ഉറങ്ങും മുൻപ് കഴിച്ചാൽ നമ്മുടെ വണ്ണം കുറയുമത്രേ. നമ്മുടെ വസ്ത്രത്തിന്റെ അളവ് കുറയ്ക്കേണ്ടി വരുന്ന തരത്തിൽ തേൻ ഫലപ്രദമാണെന്നാണ് വിദഗ്ധ അഭിപ്രായം. തേനിൽ സമൃദ്ധമായുള്ള ഫ്രക്ടോസ് എ പഞ്ചസാര അത്ലറ്റുകളിൽ കൊഴുപ്പില്ലാതാക്കുകയും ഊർജം കൂട്ടുകയും ചെയ്യുന്നുവെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. കരളിൽ ഗ്ലൂക്കോസ് ഉൽപ്പാദിപ്പിക്കാനുള്ള ഇന്ധനമായും തേൻ വർദ്ധിക്കും. തലച്ചോറിലെ പഞ്ചസാരയുടെ അളവ് വർദ്ധിപ്പിച്ചു നിർത്തുന്നതും കൊഴുപ്പ് എരിച്ചു കളയുന്ന ഹോർമോണുകൾ ഉണ്ടാക്കാനും ഈ ഗ്ലൂക്കോസ് ആണ് ഉപകരിക്കുക. ദഹന വ്യവസ്ഥയുടെ പ്രവർത്തനം നന്നായി നടക്കുന്നതിന് തേൻ നല്ലതാണ്. പെട്ടെന്ന് ആഹാരം ദഹിപ്പിക്കുന്നതിനും തേനിന് കഴിവുണ്ട്. ആസ്മ പോലുള്ള ശ്വാസകോശ രോഗങ്ങളെ പ്രതിരോധിക്കുന്നതിനും തുടരെയുള്ള തേനിന്റെ ഉപയോഗം സഹായിക്കും. ചെറിയ രീതിയിലുള്ള തൊണ്ടവേദനയ്ക്ക് ഇളം ചൂടുവെള്ളത്തിൽ നാരങ്ങാ നീരും തേനും ചേർത്തുണ്ടാക്കുന്ന പാനീയം പരിഹാരമാണ്. ശരീരവേദനയെ ശമിപ്പിക്കുന്നത് എൻഡോർഫിൻ ആണ്. ഏത് മധുരപദാർത്ഥം കഴിച്ചാലും തലച്ചോറിൽ നിന്നും എൻഡോർഫിൻ കൂടുതലായി ഉൽപ്പാദിപ്പിക്കും. തേൻ കഴിച്ചാൽ വേദനകൾ ശമിപ്പിക്കുന്നതിന് ഇതും ഒരു കാരണമാണ്. തേൻ എനർജി ബൂസ്റ്ററായും പ്രവർത്തിക്കും. ശുദ്ധമായ തേനാണ് തിരഞ്ഞെടുക്കേണ്ടത്. മായം കലർന്ന തേനുകൾ വിപണിയിൽ വിലസുന്നുണ്ട്. ഇത്തരത്തിലുള്ളവ വിപരീത ഫലമാണ് നൽകുക. നേരിട്ട് തേൻ കർഷകരിൽ നിന്നോ അംഗീകൃത മരുന്നുശാലകളിൽ നിന്നോ വാങ്ങുന്ന തേൻ ഉപയോഗിക്കുന്നതാണ് നല്ലത്. യഥാർത്ഥ തേനിൽ ജലാംശമില്ലാത്തതിനാൽ ചീത്തയാകില്ല. എന്നാൽ വാങ്ങി അല്പ ദിവസം കൊണ്ട് തന്നെ പൂപ്പലോ മറ്റു മാറ്റങ്ങളോ കണ്ടാൽ തേൻ മായം കലർന്നതാണെന്ന് മനസ്സിലാക്കാം. മധുരപലഹാരങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്ക് അത് വീടുകളിൽ തന്നെ തേൻ ഉപയോഗിച്ച് നിർമ്മിക്കാം. ഇത് ആരോഗ്യത്തിന് ഏറെ ഗുണം ചെയ്യും. തേൻ, നെല്ലിക്ക, തേനിലിട്ട പപ്പായ തുടങ്ങിയവ ചർമ്മത്തിന് തിളക്കവും ശരീരത്തിന് ഉന്മേഷവും നൽകും. പഞ്ചസാരയ്ക്ക് പകരം തേൻ ഉപയോഗിച്ച് നോക്കൂ. പ്രകടനമായ മാറ്റം തിരിച്ചറിയാം. എല്ലാ ദിവസവും ഉറങ്ങാൻ പോകും മുൻപ് ചെറു ചൂടുവെള്ളത്തിൽ 3 സ്പൂൺ തേൻ കഴിക്കുക. ഇതിനോടൊപ്പം അല്പം വ്യായാമം കൂടി ഉണ്ടെങ്കിൽ ഉറപ്പിക്കാം നിങ്ങളുടെ അമിതവണ്ണം ഏതാനും ദിവസങ്ങൾ കൊണ്ട് കുറഞ്ഞിരിക്കും. നമ്മുടെ ശരീരത്തിൽ അമിതമായ പഞ്ചസാര അടങ്ങിയിരിക്കുന്നതും നമ്മുടെ ആഹാരക്രമത്തിന്റെ പ്രത്യേകതയുമാണ് തടി കുറയ്ക്കാൻ നമുക്ക് തടസ്സമാകുന്നത്. തേൻ കഴിച്ച ശേഷം ഉറങ്ങാൻ കിടക്കുമ്പോൾ ഉറക്കത്തിന്റെ ആദ്യ മണിക്കൂറുകളിൽ തന്നെ നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പിനെ എരിച്ചു കളയുകയാണ് തേൻ ചെയ്യുക. തേൻ കൂടുതൽ ഫലപ്രദമാകണമെങ്കിൽ താഴെ പറയുന്ന കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കുക. ദിവസത്തിന്റെ എല്ലാ സമയത്തും നാം പഞ്ചസാരയ്ക്ക് പകരം തേനായിരിക്കണം ഉപയോഗിക്കേണ്ടത്. നമ്മുടെ ആഹാരക്രമത്തിൽ നിന്നും പഞ്ചസാര പരമാവധി ഒഴിവാക്കണം എന്നർത്ഥം. മധുരപലഹാരങ്ങൾ ഉൾപ്പെടെ ചായയിലും കാപ്പിയിലും വരെ പഞ്ചസാരയ്ക്ക് പകരം തേൻ ഒഴിക്കുക. പോഷകാംശം കുറഞ്ഞ ജങ്ക് ഫുഡ്സ് ഒഴിവാക്കുക. അഴകുത്ത വയർ ഏതൊരാളുടെയും സ്വപ്നമാണിത്. അതിനുള്ള ചില എളുപ്പവഴികൾ: ദിവസവും 7-8 ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കുക. ഇത് വയറ്റിലെ കൊഴുപ്പ് പുറന്തള്ളാൻ സഹായിക്കും. ശരീരത്തിലെ വിഷാംശം ഇതുവഴി പുറന്തള്ളി പോകുന്നതോടെ അപചയ പ്രക്രിയ ശരിയായി നടക്കും. ഉപ്പ് കുറയ്ക്കുക. അതിന് പകരം മറ്റു മസാലകളോ ഔഷധ സസ്യങ്ങളോ ഉപയോഗിക്കാം. ഉപ്പ് ശരീരത്തിൽ വെള്ളം കെട്ടി നിർത്തും. വയറ്റിലെ കൊഴുപ്പ് കൂടുകയും ചെയ്യും. മധുരത്തിന് പകരം തേൻ ഉപയോഗിക്കാം. മധുരം അടിവയറ്റിലെ കൊഴുപ്പും തടിയും കൂട്ടുന്നതിലാണ് പ്രധാന പങ്ക് വഹിക്കുന്നത്. ഇതിനെ പ്രതിരോധിക്കാൻ ഭക്ഷണത്തിൽ കറുവപ്പട്ട ഉൾപ്പെടുത്തുക. ഇത് പ്രമേഹത്തിനുള്ള നല്ലൊരു പരിഹാരമാണ്. തേൻ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയും അതൊരു ശീലമാക്കി മാറ്റുകയും ചെയ്യുന്നത് വഴി ആരോഗ്യം നിലനിർത്താനും സന്തോഷത്തോടെ ഇരിക്കാനും സാധിക്കും. അതുകൊണ്ട് ഇന്ന് തന്നെ മധുരം കഴിച്ചുകൊണ്ട് തടി കുറയ്ക്കാൻ ഒരുങ്ങിക്കോളൂ.